ഓൺലൈനായി അപേക്ഷിച്ചാൽ തദ്ദേശ സേവനം വേഗത്തിൽ കിട്ടുന്ന കെ സ്മാർട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. ആദ്യഘട്ടത്തിൽ നഗരസഭകളിലാണ് സേവനം. അപേക്ഷാ ഫീസും നികുതിയും പരാതികളും ഓൺലൈനായി കൊടുക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദീപക് തർമ്മണം വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ദീപക്, ഹാപ്പി ന്യൂ ഇയർ. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷത്തിലെ ആദ്യ പ്രഭാതത്തിൽ എസ് കെ എന് ആശംസകൾ. എസ് കെ എൻ മലബാർ ടീമിന്റെ ഹാപ്പി ന്യൂ ഇയർ. വാർത്തയിലേക്ക് എസ് കെ എൻ, ഈ കെ സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ മലയാളികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് വടക്കേ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത, ഡൽഹിയിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള വളരെ നല്ല സാങ്കേതിക വിദ്യ മലയാളികൾക്ക് ഇതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു. മാത്രവുമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദേശത്ത് പോലും ഇരുന്നു കൊണ്ട് കേരളത്തിലുള്ള ഒരാൾക്ക് വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. എസ് കെ ഇതിന്റെ ഒരു കാര്യം, ഈ സംസ്ഥാനത്തെ പല വകുപ്പുകളിലും ഈ അഴിമതി കൂടുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ വൈകുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും അന്വേഷിക്കുമ്പോൾ ഈ പല സർട്ടിഫിക്കറ്റുകളും കിട്ടാൻ വേണ്ടി, അതായത് ഇപ്പോൾ കരമടിച്ച് രസീത് പെട്ടെന്ന് ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടാൻ, അല്ലെങ്കിൽ നികുതി അടച്ച മറ്റ് എന്താ പറയുക ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട്, കെട്ടിടത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി ഉണ്ടാകും. ചിലപ്പോൾ പ്രാദേശികമായ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒക്കെ പിന്തുണയും ഇതിനുണ്ടാകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ചും മുന്നണി ഭരണങ്ങളിൽ ചെറിയ ഒരു സീറ്റിന്റെയൊക്കെ തുലാസിലായിരിക്കും. ഇത്തരത്തിലുള്ള സംവിധാനത്തിന് കൃത്യമായി ശാസ്ത്രീയമായ ഒരു പരിഹാരം കാണലാണ് ഈ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ. എല്ലാ നികുതികളും ഒറ്റക്കുടക്കീഴിൽ ഓൺലൈനായി പ്ലാറ്റ്ഫോമിലൂടെ, ഈ കെ സ്മാർട്ടിലൂടെ അടക്കാൻ പറ്റുന്നു. മറ്റൊരു കാര്യം, മരണ രജിസ്ട്രേഷൻ, ജനന രജിസ്ട്രേഷൻ എല്ലാം തന്നെ മുനിസിപ്പൽ ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ പോയി ക്യൂ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അവ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായി അത് നടത്താൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇത് ഏറ്റവും സാധാരണ ജനങ്ങൾക്ക്, ഒരു വിദ്യാർത്ഥിയുടെയോ മറ്റോ സഹായത്തോടുകൂടി, ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടുകൂടി ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ന്യൂ ഇയർ സമ്മാനമാണ് ഇതെന്നൊക്കെയാണ്. എസ് കെ എൻ, ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അഴിമതി കുറക്കാൻ ഇത് സഹായകമാകും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, ജനങ്ങൾക്ക് സേവനങ്ങൾ, ഈ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകേണ്ട സേവനങ്ങൾ എത്രയും വേഗം നൽകാൻ വേണ്ടി കൂടി ഇത് ഉപകാരപ്രദമാകും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.